ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു താരോദയത്തിന് കൂടി സാക്ഷ്യം വഹിച്ച ആവേശകരമായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 18 റൺസിന് തകർത്ത് പഞ്ചാബ് കിങ്സ് വിജയവഴിയിൽ തിരിച്ചെത്തി. പഞ്ചാബ് നേടിയ 219 എന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന ചെന്നൈയുടെ പോരാട്ടം 201-5 എന്ന നിലയിൽ അവസാനിച്ചു. 39 പന്തുകളിൽ നിന്നും സെഞ്ചുറി നേടി കാണികൾക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കിയ 24-കാരനായ പ്രിയാൻഷ് ആര്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇന്ന് ടോസ് നേടിയ പഞ്ചാബ് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തി പ്രിയാൻഷ് വരാൻ പോകുന്ന വെടിക്കെട്ടിൻ്റെ സൂചന നൽകി. എന്നാൽ രണ്ടാം ഓവറിൽ പ്രഭ്സിമ്രൻ സിംഗിനെ 0-ന് ബൗൾഡ് ചെയ്ത് മുകേഷ് ചൗധരി ചെന്നൈക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു. അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ അയ്യരെ കൂടി പുറത്താക്കി ഖലീൽ അഹമ്മദ് പഞ്ചാബിൻ്റെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി. അഞ്ചാം ഓവറിൽ ഖലീൽ സ്റ്റോയിനിസിനെ പുറത്താക്കി പഞ്ചാബിൻ്റെ മൂന്നാമത്തെ വിക്കറ്റും സ്വന്തമാക്കി. ഒരു വശത്ത് വിക്കറ്റ് വീഴുമ്പോഴും തകർത്തടിച്ച ആര്യ വെറും 19 പന്തിൽ നിന്നും 50 പൂർത്തിയാക്കി. പിന്നീട് 8-ാം ഓവറിൽ അശ്വിൻ നെഹാൽ വധേരെ 9 റൺസിന് ധോണിയുടെ കയ്യിലെത്തിച്ചു. 3 പന്തിനു ശേഷം 1 റണ്ണെടുത്ത മാക്സ്വെലിനെ റിട്ടേൺ ക്യാച്ചിൽ അശ്വിൻ തന്നെ തിരിച്ചയച്ചു. 83-5 എന്ന നിലയിൽ നിന്നും പ്രിയാൻഷ് ശശാങ്ക് സിംഗ് കൂട്ടുകെട്ട് തകർത്തടിച്ചു മുന്നേറുന്നതാണ് കണ്ടത്. 13-ാം ഓവറിൽ ചെന്നൈ എക്സ്പ്രസ് പേസർ പതിരാനയെ തുടർച്ചയായ 3 സിക്സറുകൾ പറത്തി പ്രിയാൻഷ് പഞ്ചാബ് ആരാധകരെ ആവേശത്തിലാക്കി. തൊട്ടടുത്ത പന്തിൽ ബൗണ്ടറി നേടി 39 പന്തിൽ നിന്നും ആദ്യ IPL സെഞ്ചുറിയും ആര്യ സ്വന്തം പേരിൽ കുറിച്ചു. യൂസഫ് പത്താന് ശേഷം ഒരു ഇന്ത്യക്കാരൻ്റെ IPLലെ വേഗമേറിയ സെഞ്ചുറിയും ഇതായി മാറി. തൊട്ടടുത്ത ഓവറിൽ നൂർ അഹമ്മദിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ 42 പന്തിൽ 7 4-ഉം 9 6-ഉം സഹിതം 103 റൺസ് പ്രിയാൻഷിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു. തുടർന്ന് 6-ാം വിക്കറ്റിൽ ശശാങ്ക് ജാൻസൺ സഖ്യം ആഞ്ഞടിച്ചപ്പോൾ പഞ്ചാബിൻ്റെ സ്കോർ നിശ്ചിത 20 ഓവറിൽ 219-ന് 6 എന്ന നിലയിലെത്തി. ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 36 പന്തിൽ 2 4-ഉം 3 6-ഉം സഹിതം 52 റൺസോടെ ശശാങ്കും 19 പന്തിൽ 2 4-ഉം 2 6-ഉം സഹിതം 34 റൺസോടെ ജാൻസനുമായിരുന്നു ക്രീസിൽ. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈക്കായി മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത്. ഈ IPLൽ ആദ്യമായാണ് ചെന്നൈ ഓപ്പണേഴ്സ് 50+ സ്കോർ നേടുന്നത്. 7-ാം ഓവറിൽ മാക്സ്വെൽ രജിൻ രവീന്ദ്രയെ പുറത്താക്കി പഞ്ചാബിന് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു. 23 പന്തിൽ 6 4 ഉൾപ്പെടെ 36 റൺസായിരുന്നു രജിൻ നേടിയത്. അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് 1 റൺസ് മാത്രമെടുത്ത് ഫെർഗുസിന് മുമ്പിൽ കീഴടങ്ങി. പിന്നീട് ഒത്തുചേർന്ന കോൺവേ ദുബെ സഖ്യം സ്കോർ 150 കടത്തിയെങ്കിലും 16-ാം ഓവറിൽ ശിവൻ ദുബെയെ ഫെർഗുസിൻ ക്ലീൻ ബോൾഡ് ചെയ്തു പഞ്ചാബിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 27 പന്തിൽ 3 4-ഉം 2 6-ഉം ഉൾപ്പെടെ 42 റൺസായിരുന്നു ശിവൻ ദുബെ നേടിയത്. തുടർന്നെത്തിയ ധോണി പതിവ് പോലെ പതിയെ ഇന്നിംഗ്സ് ആരംഭിച്ചെങ്കിലും ഫെർഗുസിനെതിരെ 2 സിക്സറുകൾ പറത്തി ആരാധകർക്ക് പ്രതീക്ഷ നൽകി. ഇതിനിടയിൽ 69 റൺസ് എടുത്ത കോൺവേ റിട്ടയർഡ് ഔട്ടായി പകരം രവീന്ദ്ര ജഡേജയെ കളത്തിലിറക്കി. അവസാന ഓവറിൽ ജയിക്കാൻ 28 റൺസ് ആവശ്യമായിരിക്കെ ആദ്യ പന്തിൽ ധോണി പുറത്തായത് ചെന്നൈയുടെ വിജയപ്രതീക്ഷകളെ തല്ലിക്കെടുത്തി. 12 പന്തിൽ 1 4-ഉം 3 6-ഉം സഹിതം 27 റൺസ് തല നേടിയിരുന്നു. പിന്നീട് ജഡേജ ഒരു സിക്സർ പറത്തിയെങ്കിലും ലക്ഷ്യത്തിൻ്റെ അടുത്ത് പോലും എത്താതെ ചെന്നൈ വീണ്ടും പരാജയം ഏറ്റുവാങ്ങി. ക്യാപ്റ്റൻ ഋതുരാജൻ്റെ മോശം ഫോമാണിപ്പോൾ ചെന്നൈക്ക് വിനയായിരിക്കുന്നത്. മുംബൈയെ തോൽപ്പിച്ച് ഈ സീസൺ ആരംഭിച്ച ചെന്നൈ പിന്നീടുള്ള 4 മത്സരങ്ങളും തോൽവി വഴങ്ങി 9-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏപ്രിൽ 11 വെള്ളിയാഴ്ച KKRനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം. സീസണിലെ 4-ൽ 3 മത്സരങ്ങളും വിജയിച്ച പഞ്ചാബ് ഏപ്രിൽ 12-ന് ഹൈദരാബാദിനെ നേരിടും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.